അതിപ്പം ആരോ പറഞ്ഞ പോലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്ത് നിലവാരം നമ്മൾ പുലർത്തണം എന്നൊക്കെയുള്ളത് അവർ തീരുമാനിക്കണം. അതായത് ഡൽഹിയിൽ പാർലമെൻറ്റിൽ BJP-നെയും RSS-നെയും ഒക്കെ ശക്തിയുക്തം എതിർക്കുന്നത് ആരാണെന്നുള്ളത് നമ്മുടെ ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും അവരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. പിന്നെ ഈ കുറച്ച് ലീഗ് അണികളും കുറച്ച് സൈബർ പിന്നെ പോരാളികളും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഈ വളരെ അശ്ലീല സംബന്ധമായ കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നതൊന്നും നമ്മുടെ വിഷയമല്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ നിരന്തരം കാണും. തടഞ്ഞു വച്ചിരിക്കുന്ന ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ചർച്ച നടത്തും. അതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നും സന്നദ്ധരാണ്. ഇപ്പോഴും ഞാൻ ധർമ്മേന്ദ്ര പ്രധാനെ അവിടുന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ഈ വിവാദം ഇവർ ഉണ്ടാക്കുന്നത്, ഇവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചു. മാത്രവുമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് PMCA-യിൽ ഒപ്പുവെപ്പിച്ച് ഫണ്ട് കൊടുപ്പിച്ചതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ്. അതായത് കമാന്നൊരു എതിർപ്പ്, ഒരു വിയോജിപ്പ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പ്രകടിപ്പിക്കാതെ PMCയിൽ ഒപ്പുവെച്ച് ആയിരക്കണക്കിന് കോടി രൂപ ആ സംസ്ഥാനങ്ങൾ വാങ്ങിയെടുത്തു. അത് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിലാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം. അത് മന്ത്രിയോട് വേണം നിങ്ങൾ ചോദിച്ചു. പക്ഷേ രാജസ്ഥാൻ മാത്രമല്ലേ ഇവർ ഒപ്പിട്ടിട്ടുള്ളൂ, കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ടിട്ടുള്ളൂ. രാജസ്ഥാൻ മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഒപ്പിട്ടല്ലോ. ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് രാജസ്ഥാനിലെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കർണാടക, തെലുങ്കാന ഇവർക്കെല്ലാം കിട്ടുന്നില്ലേ യഥേഷ്ടം? എത്രയോ പണം കിട്ടുന്നു. രാജസ്ഥാനിൽ മാത്രം ഒരു വർഷം 3000 കോടിയില്ലേ. പിന്നെ ആര് BJP-ക്കാര്? അതേതാ BJP-ക്കാരാണ്? ആരാ BJP-ക്കാര്? കോൺഗ്രസ്സുകാര് BJP-ക്കാരാ. അതിന്റെ ഭരണകാലത്താണ് ഒപ്പിട്ടത്. അതെ, ആര്? രാജസ്ഥാനിലും മറ്റേ ഓരോ രാജസ്ഥാൻ ഒഴികെ എന്ന് പറയുമ്പോൾ അവരൊപ്പിട്ടില്ലേ? ഇത് രാജസ്ഥാൻ എന്താ സംസ്ഥാനം? ഒരു സെക്കൻഡ്. അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര സർക്കാരിനിടയിൽ പാലമായി നിൽക്കാൻ നിക്ഷിപ്തനാണ് ഞാൻ. അല്ലാതെ കേരളത്തിന്റെ പാരയായി നിൽക്കലല്ല എന്റെ പണി. കേരളത്തിന് സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ചോദ്യം എന്തായിരുന്നു? സമഗ്ര ശിക്ഷയിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് കിട്ടുക എന്നുള്ളതായിരുന്നു. അതാണ് എൻ്റെ ചോദ്യം. അതായിരുന്നല്ലോ, അല്ല PMC അല്ല ചോദ്യം. അല്ല, ഞാൻ എങ്ങനെ ചോദ്യം ചോദിക്കണം, എങ്ങനെ അവിടുത്തെ എൻ്റെ അവതരിപ്പിക്കണം എന്നല്ലേ ഞാൻ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം എങ്ങനെ മറുപടി പറയണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്തോ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത് എന്ത് പറയുന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാവുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു ലീഗുകാരൻ്റെ സർട്ടിഫിക്കറ്റ് ജോൺ ബ്രിട്ടാസിന് വേണ്ട. ഇവിടെ ഫാസിസ്റ്റെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ചു പോയ ആളാണ്. ഇവിടുത്തെ ലീഗുകാർ ഇവിടെ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ അംബാസഡർമാർ രാജീവ് ചന്ദ്രശേഖറും മുരളീധരനുമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ചന്ദ്രയ്ക്കെതിരെയുള്ള ED കേസ് എങ്ങനെ ആവിയായി പോയി? പഴയ നേതാവ് തങ്ങൾ എങ്ങനെയാണ് മാനസികമായി തകർന്നു പോയത്? BJP-ആയിട്ട് നിരന്തരം ഒപ്പുവെച്ചത്, നിരന്തരം സന്ധി ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും. മുത്തലാഖ് ബില്ല് എന്ത് സംഭവിച്ചു? ചരിത്രം എടുത്തു നോക്ക്. അത് മാത്രമല്ല, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട്, KC വേണുഗോപാൽ തൻ്റെ രാജ്യസഭാ സ്ഥാനം ആർക്കാ വെച്ച് നീട്ടിയത്? കോൺഗ്രസിൽ നിന്ന് BJP ചേർന്ന വിദ്വാനല്ലേ കൊടുത്ത്? അയാളിപ്പോൾ കേന്ദ്രമന്ത്രിയല്ലേ. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച പാർലമെന്റിൽ നടന്നപ്പോൾ സമാജ്വാദി പാർട്ടിയും DMK ഇടതുപക്ഷവും ബോയ്ക്കോട്ട് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിക്ക് സ്തുതി പാടിയവരല്ലേ കോൺഗ്രസ്സുകാർ. ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് പറയുന്ന കേക്ക്, ക്ഷമയോടെ കേക്ക്. ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ രാമക്ഷേത്രത്തിന്റെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയല്ലേ കോൺഗ്രസ്സുകാർ ശ്രമിച്ചത്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂർ ഓരോ ദിവസം നരേന്ദ്രമോദി സ്തുതിയല്ലേ പറയുന്നത്. ഈ പറയുന്ന AICC ജനറൽ സെക്രട്ടറിയുടെ കൂടെ തോളോട് തോൾ ചേർന്നല്ലേ ഈ ശശി തരൂർ ഇരിക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ കാണുന്നില്ലേ? പരിഹാസമല്ലേ?
ഒരു സെക്കൻഡ്, അതായത് വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര മന്ത്രിയും തമ്മിലുള്ള ചർച്ച എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. മധ്യസ്ഥത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേരളത്തിൽ തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണത്. അത് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു. എനിക്കതിനകത്ത് യാതൊരു വിഷമവുമില്ല. അങ്ങ് എപ്പോഴെങ്കിലും പക്ഷേ ഒരു കാര്യം തന്നെ, ഒരു സെക്കൻഡ്, നിങ്ങൾക്കിത് ഈ സഭാ നടപടികളുടെ രീതി അറിയില്ലേ? അതായത് എനിക്ക് മൂലചോദ്യം ചോദിക്കാം, 2 സപ്ലിമെന്ററീസ് ചോദിക്കാം, പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്നാലും എനിക്ക് മൈക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ലേ? വളരെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് അറിയില്ലേ? ഞാൻ എഴുന്നേറ്റ് നിന്നാൽ, ഒരു സെക്കൻഡ്, ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്റെ മേലേക്ക് ക്യാമറയും വരില്ല, എനിക്ക് മൈക്കുമില്ല. ഇതൊക്കെ അറിയാവുന്ന നിങ്ങൾ അത് കേട്ടോണ്ടിരിക്കണല്ലോ. പിന്നെ മന്ത്രി പറയുന്നത് കേട്ടോണ്ടിരിക്കണല്ലേ? അതൊക്കെ സഭയിലെ മര്യാദകളുടെ ഭാഗമല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇത് എത്ര കാലമായി ഇവിടെ ഡൽഹിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്? ഒറ്റ കാര്യം, ഈ ചർച്ചകളിൽ സാർ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞല്ലോ, ഈ ചർച്ചകളിൽ എപ്പോഴെങ്കിലും PM ശ്രീ ഞങ്ങൾ ഒപ്പിടാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഞാൻ എത്ര വട്ടം പറഞ്ഞു. അതായത് PM ശ്രീ എന്ന് പറയുന്നത്, അതിൽ ഒപ്പിടണോ വേണ്ടയോ എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന്. അതൊരു MP ഇതിൽ വരുന്നില്ലല്ലോ. MP ഉത്തരവാദിത്വമല്ലല്ലോ. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? എല്ലാ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി MP യോഗം വിളിച്ചു ചേർക്കും. തടഞ്ഞു വെക്കപ്പെട്ട തുകകളുടെ കണക്കുകൾ അവിടെ പറയും. കോൺഗ്രസ് MP UDF MP തലകുലുക്കി സമ്മതിക്കും. ഞങ്ങൾ പോയി മന്ത്രിമാരെ കാണാം, ശ്രമിക്കാം, ഞങ്ങൾ അവരുമായിട്ട് നെഗോസിയേഷൻ നടത്താമെന്ന് പറയും. ഞങ്ങൾ കൃത്യമായിട്ടത് ചെയ്യും. കോൺഗ്രസ്സുകാർ കേരളത്തിന് പാരമണിയും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ AICC ജനറൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മറ്റ് പ്രതിപക്ഷ കക്ഷികളോട് ഒരു കമാന്നൊരു ഭക്ഷണം പറയാതെ അവർ പോയി ഒപ്പിടും. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണ്? മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഒറ്റുകൊടുത്തുകൊണ്ട് ഈ കോൺഗ്രസ് സർക്കാരുകൾ PM ശ്രീയിൽ ഒപ്പിട്ടതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ദുർബലപ്പെടുത്തിയതെന്നുള്ളത് ഇന്നലെ പാർലമെന്ററി തലത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ലത്. അതെന്താ നിങ്ങൾ കാണാത്തത്? കോൺഗ്രസിന് നിരന്തരം കുറ്റം പറയുകയാണ് ഈ വിഷയത്തിൽ. കുറ്റം പറയേണ്ട കാര്യങ്ങൾ കുറ്റം പറയണ്ടേ? ഒരു സെക്കൻഡ്, CPIയോടും പോലും പറയാതെ കമ്മ്യൂണിസ്റ്റ് നിലപാടിന് വിരുദ്ധമായ ഇതിൽ എന്റെ ഒപ്പിട്ട സർക്കാരാണ് കേരള സർക്കാർ. അതൊക്കെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളൊരു അവസരം തരിക. അപ്പൊ നിങ്ങളുടെ ചോദ്യം മാത്രമാണ് വരേണ്ടതുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയുന്നില്ല. ഓക്കെ, PM ശ്രീയിൽ ഒപ്പിട്ടത് സംബന്ധിച്ച് കേരളത്തിൽ അർത്ഥപൂർണമായിട്ടുള്ള ഒരു സംവാദം നടന്നു. ആ സംവാദത്തെക്കുറിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. അത് സംബന്ധിച്ച് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. PM ശ്രീയിൽ ഒപ്പിടണോ മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കും. അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് MP എന്ന നിലയിൽ ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. നിരന്തരം മന്ത്രിമാരെ കണ്ടുകൊണ്ടിരിക്കും, അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതിന് കേരളവും കേന്ദ്രവും തമ്മിലുള്ള പാലമാണെന്ന് പറയുന്നത് എനിക്ക് അതൊരു ക്രെഡിറ്റായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒളിച്ചുപോയി ഒപ്പിട്ടവർക്ക് കോൺഗ്രസിനെ വിമർശിക്കുന്നതിൽ ന്യായമുണ്ടോ എന്നുള്ളത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ ഒപ്പിടാൻ തന്നെ എത്രയോ കാലം എടുത്തു. അതിനുശേഷം ഒരു സംവാദം അവിടെ ഉണ്ടായല്ലോ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ രാജസ്ഥാൻ ഗവൺമെന്റ് പോയി ഒപ്പിട്ട കാര്യം? ചേട്ടാ അറിഞ്ഞോ? ഇല്ലല്ലോ. എവിടെ പറഞ്ഞു? അതെന്താ മിണ്ടാണ്ടിരിക്കണത്? അതറിയണ്ടേ? AICC ജനറൽ സെക്രട്ടറി അല്ലേ മന്ത്രിയെ പോയി കണ്ടിട്ട് തലയെ മുണ്ടിട്ടിട്ട് പോയിട്ടല്ലേ അവരെ വിളിച്ചോണ്ട് നിങ്ങൾ ഒപ്പിട്ടോളൂ, നിങ്ങൾ പൈസ മേടിച്ചോളൂ എന്ന് പറഞ്ഞത്? രാജസ്ഥാനല്ല. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. എല്ലാ പ്രതിപക്ഷ കക്ഷികളോടും കൂടി ഒരുമിച്ച് ആ നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. അന്ധമായി ഫോളോ ചെയ്തില്ലല്ലോ. അതുകൊണ്ടല്ല ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. അന്ധമായി ഒരു സെക്കൻഡ്, ഞാനതിൽ ക്യാബിനറ്റിൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടല്ലേ അത് ഫ്രീസ് ചെയ്തത്. അതിപ്പോ കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ നടന്ന സഭയിൽ പറഞ്ഞതിനോട് എതിർപ്പില്ല. ഏത് കേന്ദ്രമന്ത്രി സഭയിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലിയാണെന്ന് ഞാൻ വീണ്ടും ഒരു സെക്കൻഡ്, നിങ്ങൾ ഒരു ചോദ്യം വീണ്ടും ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി എൻ്റെ അടുത്ത് കിട്ടില്ലല്ലോ. അതായത് കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. ആ വിദ്യാഭ്യാസ മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഒരു മറുപടി പറയുമ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി
കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അദ്ദേഹമല്ലേ വെളിപ്പെടുത്തേണ്ടത്. ഞാൻ വേറെ ആൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് ആ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാം. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പത്രക്കാരെ കണ്ട കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഈ ചോദ്യം അവിടെ ചോദിക്കാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായ കാര്യം. ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റ് അല്ല, അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ. അതായത് ഇന്ന് അബ്ദുൾ വഹാബ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു, ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു. ഈ വിദ്വാന്റെ മാധ്യമം പത്രം അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഒരു സെക്കൻഡ്, തൻ്റെ പെങ്ങൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ലീഗിന്റെ സമുന്നതനായ ഒരു നേതാവ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുത്ത ഒരു വിദ്വാനാണ് ഇദ്ദേഹം. അത് കാണട്ടെ, ഇപ്പൊ ക്യാമറ കാണിച്ചു കൊടുക്ക്. നിങ്ങളെക്കുറിച്ച് ആരോപണമല്ല. ഒരു സെക്കൻഡ് അബ്ദുൾ വഹാബിന്റെ മറ്റേ മെസ്സേജ് ഞാൻ വായിച്ചു തരാമാണ്. അബ്ദുൾ വഹാബിന്റെ മെസ്സേജ് ഞാൻ വായിച്ചു തരാം. ഞാൻ എന്തായാലും വളരെ ആധികാരികമായിട്ട് ഞാൻ ആധികാരികമായിട്ടാണല്ലോ പറഞ്ഞത്. അബ്ദുൾ വഹാബ് എന്നെ വിളിച്ച് പറഞ്ഞതാണ്. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വീണ്ടും പറയട്ടെ. അതായത് വിഷയം എന്താണ്? ഒരു സെക്കൻഡ്, ഒരു വാട്ടർ ബാറ്ററി ഇല്ല. അത് ഒരു സെക്കൻഡ് അത് നിങ്ങൾ മറുപടി പറഞ്ഞു. അല്ല, ഒരു സെക്കൻഡ്, ഏതായാലും ഒരു സെക്കൻഡ്. ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്താണ് ചോദ്യം പറ. നിങ്ങളോട് ഇന്നലെ പറഞ്ഞു PM3 ഒപ്പുവെക്കാതെ കേരളത്തിന് ഫണ്ട് തരാൻ പോകുന്നില്ല. അതെ, താങ്കൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനും പിന്നെ കേരളത്തിനിടയിൽ ഒരു പാലമായതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്തിനാ പ്രശ്നമിരിക്കുന്നത്? പാലമായ സ്ഥിതിക്ക് ധർമ്മേന്ദ്ര പ്രധാൻ ചോദിച്ചതാണ് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നുള്ളത്. നിങ്ങൾ പറയണത് എനിക്കറിയില്ല. അതെന്താ നിങ്ങൾ പറയാത്തത്? ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു പിന്നീട് എന്തോ സംഭവിച്ചു. അല്ല, പിന്നീട് എന്താണ്? ഒരു സെക്കൻഡ്. ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ കേരളത്തിൽ വലിയ വിവാദം? നിങ്ങൾ PM3 ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ഒരു ഘട്ടത്തിൽ ആലോചിച്ചു, പിന്നീട് ആലോചിച്ചില്ല. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഞാനെന്താണ് പറഞ്ഞത്? ഈ സമഗ്ര ശിക്ഷയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം ജോൺ ബ്രിട്ടാസ് എന്നെ വന്ന് കണ്ടിരുന്നു. ഒരുപക്ഷെ അക്കാര്യത്തിൽ എൻ്റെ പോയിന്റ് എന്താ, ഞാൻ ചോദിച്ച മൂലചോദ്യം എന്തായിരുന്നു? 2018 വന്ന സമഗ്ര ശിക്ഷയുടെ ഫണ്ട് 2020-ലും 2022-ലും വന്ന NEP-യും PM3-യുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് തടഞ്ഞു വെക്കേണ്ട എന്ത് ആവശ്യമുണ്ടെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. അല്ലാതെ PM3-യിൽ ഞങ്ങൾ ഒപ്പുവെക്കേണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല. എൻ്റെ മൂല ചോദ്യം എന്തായിരുന്നു? സമഗ്ര ശിക്ഷയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ട്, സമഗ്ര ശിക്ഷ പദ്ധതി എന്നാ വന്നത് 2018, NEP എന്നാ വന്നത് 2020, PM3 എന്നാ വന്നത് 2022. അത് ഈ ചെന്നായുടെ ന്യായോ? എന്താ കാരണം? നീ വെള്ളം കലക്കി നിന്റെ മറ്റേ ഫാദർ കലക്കി എന്ന് പറഞ്ഞ പോലത്തെയാ. അതുകൊണ്ട് ആദ്യത്തെ സ്കീമുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ട പണം എന്തുകൊണ്ട് തടഞ്ഞു വെക്കുന്നു? അത് അധാർമികമാണ്, ഇല്ലീഗൽ എന്നാണ് എൻ്റെ മൂല ചോദ്യം. അത് കേന്ദ്രം വ്യക്തമാക്കിയതാണ്. PM3 പദ്ധതിയായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ഒരാൾ ചോദിക്കും. ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളോടും കൃത്യമായി പ്രതികരിച്ചിട്ടേ പോവുള്ളൂ. വളരെ സമാധാനത്തിൽ വളരെ വളരെ പ്രസക്തമായൊരു ചോദ്യം. എന്താ കാരണം വെച്ചാൽ, അതായത് പിന്നെ BJP ഏതര സർക്കാരുകൾക്ക് കൊടുത്ത ഫണ്ടിൻ്റെ ചിത്രം അവിടെ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ വെച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? അതന്നെയാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ കള്ളക്കളി. പ്രതിപക്ഷ ഐക്യത്തെ അതന്നെ പ്രതിപക്ഷ ഐക്യത്തെ തടസ്സപ്പെടുത്തിയത് അങ്ങനെയാണ്. പ്രതിപക്ഷം സംയുക്തമായി നിലകൊള്ളേണ്ട ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള യോജിപ്പിനെ ദുർബലപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്നാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ശിവൻകുട്ടി പറയട്ടെ എന്ന്. എന്താ കാരണം വെച്ചാൽ അതിന് സംശയമില്ലല്ലോ. എന്താ കാരണം വെച്ചാൽ ഒരു വ്യക്തതയുണ്ടല്ലോ. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളക്കള്ളാസിൽ പ്രിവിലേജ് മോഷൻ കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് കൃത്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ശിവൻകുട്ടി അതിനെക്കുറിച്ച് പ്രതികരിക്കട്ടെ. ശിവൻകുട്ടി ഇന്ന് എന്തായാലും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഇത് ആരും എങ്ങോട്ട് പോകുന്നില്ലല്ലോ. താങ്കളോട് കൂടെയുള്ള PV അബ്ദുൽ വഹാബ് ഇന്നലെ
കേരളത്തിലെ എല്ലാ മലയാള മാധ്യമങ്ങൾക്കും അയച്ച മെസ്സേജ് അത് നിങ്ങൾ അത് അല്ലല്ല. ഞാനൊരു സെക്കൻഡ് വിഷയത്തെക്കുറിച്ച് ഒരു സെക്കൻഡ് ഒരു ഇന്ന് കേന്ദ്ര ഒരു- 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 ബ്രിട്ടാസിനെ കുറിച്ച് നടത്തിയ ഒരു സെക്കൻഡ് കേന്ദ്ര ഒരു സർക്കാരും സെക്കൻഡ് അല്ല BJP ഗവൺമെന്റും ഞാനിപ്പോ ഉദാഹരണം തമ്മിലുള്ള ഒരു സെക്കൻഡ് അന്തർധാര എത്ര എന്റെ ശക്തമാണ് എൻ- എന്ന് വെളിപ്പെടുത്തുന്നതാണ്. എന്റെ പിന്നെ താങ്കൾ അല്ല ഒരു ഇതിനെക്കുറിച്ച് സെക്കൻഡ് വെള്ളം പറയുന്നത്. എന്റെ പത്രസമ്മേളനം എന്റെ പത്ര ഈ ഒരു വാദം ഒരു ഒരു ഇന്നലെ സെക്കൻഡ് ഞാനിപ്പോ പറഞ്ഞുതരാം വായിച്ചുതരാം അപ്പോൾ അതാ- ബാബു എന്നോട് ഒരു സെക്കൻഡ് ഒരു മലയാള സെക്കൻഡ് മാധ്യമങ്ങളൊന്നും yesterday morning my elder sister Sura passed away before parliament sitting after landing I came to know such a fake statement in my name in politics I have not said anything ഇതാണ് ആ statement. ഇത് സാറേ നിങ്ങൾ അദ്ദേഹമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് എനിക്ക് അതായത് ഒരു സഹപ്രവർത്തന എനിക്ക് അദ്ദേഹം അയച്ചു തന്ന മെസ്സേജാണ് ഞാൻ വായിച്ചത് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും പറഞ്ഞാണത് അതുകൊണ്ട് വഹാബിന്റെ പേരിൽ ആരെങ്കിലും വ്യാജസാരം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നോ നോക്ക് എന്നൊക്കെ അതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു വിമർശനം വരുന്നത് ഇപ്പോൾ പിന്നെ വേറെ കാര്യം ഞാനൊരു കാര്യം ചോട്ടെ ഈ ലീഗുകാരനൊക്കെ പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണോ അതൊക്കെ എന്ത് ധാർമ്മിക അവകാശമാണോ അതായത് ഇവിടെ മോഡിക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ലീഗുകാരും കോൺഗ്രസ്സുകാരും ഇവർക്കൊക്കെ പറയാനുള്ള എന്ത് ധാർമ്മിക ഇപ്പൊ ഭാഷയുള്ളത് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചു ഇതിൽ മാത്രമല്ല മധ്യസ്ഥത BJPക്കും CPM-നും ഇടയിലെ മധ്യസ്ഥനും പാലവുമാണ് ബ്രിട്ടാസ് എന്നാണ് പൊതുവിൽ അല്ല അത് നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഈ സർഗാത്മകതകൾ സൃഷ്ടിച്ചെടുക്കുന്ന പല പൊതുവെന്ന് പറഞ്ഞ ഇയാളാണോ പൊതുവിന്റെ ആള് ഒരു സെക്കൻഡ് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പലതും പറയും പലരും ഈ പറഞ്ഞ സൈബർ ഗുണ്ടകൾ പറഞ്ഞു വിടും ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളാണോ വഹാബിന്റെ വക്താവ് വഹാബ് എന്നോട് പറഞ്ഞ കാര്യമില്ലേ ഒരു സെക്കൻഡ് അതായത് അതായത് സ്ത്രീകളുടെ മാനം സെക്കൻഡ് ഞാനല്ലേ ഇപ്പൊ പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ ചോദിക്കർത്താവല്ലേ അതായത് സ്ത്രീകളുടെ മാനവും മറ്റേ സുരക്ഷയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മറ്റേ മഹിളാ കോൺഗ്രസ് നേതാവല്ലേ ആണല്ലോ അതല്ലേ ഒറ്റപ്പെട്ട ശബ്ദമല്ല ഇത് KC വേണുഗോപാലും ഞാൻ KC വേണുഗോപാലാണ് യഥാർത്ഥത്തില് ഈ പറഞ്ഞ RSS വർഗീയതയ്ക്ക് യഥാർത്ഥത്തിൽ ഉലയൂതുന്നത് KC വേണുഗോപാലിന്റെ സംരക്ഷണമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ശശി തരൂർ ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുവോ AICC ജനറൽ സെക്രട്ടറി അല്ലേ എന്നെന്താ സംശയിക്കുന്നത് KC വേണുഗോപാലിന്റെ പിന്തുണയില്ലാതെ ഏതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റിന്റെ PMCയിൽ ഒപ്പിടാൻ പറ്റുമായിരുന്നോ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സംയുക്ത പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ ദുർബലപ്പെടുത്തിയത് KC വേണുഗോപാലല്ലേ കോൺഗ്രസ് കേരളത്തിലടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് NEP-യുടെ കാര്യത്തിൽ അല്ലെങ്കിൽ PMCയുടെ കാര്യത്തിലൊക്കെ ഫണ്ട് വാങ്ങുന്നതിൽ കോൺഗ്രസിന് എതിർപ്പില്ലാന്ന് കാരണം കോൺഗ്രസ് കർണാടകയിലടക്കം അത് വാങ്ങുന്നുണ്ട് PMC-യും DMK-യും CP ഇടത് പാർട്ടികളാണ് ഈ വിഷയത്തിൽ എതിർത്ത് നിലപാടെടുത്തത് അതിൽ മാറിയത് കേരളത്തിലുള്ള സർക്കാർ മാത്രമാണ് ഔദ്യോഗികമായിട്ട് ഞാൻ ഒരു സെക്കൻഡ് ഓക്കെ വ്യക്തമായി അതായത് 80ഓളം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട് ഈ 80 കേന്ദ്രാവിഷ്കൃത പദ്ധതികളും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കയ്യേറ്റമാണ് ഒരുപാട് മേഖലകളിൽ വിയോജിപ്പുണ്ട് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ തന്നെ നമുക്ക് വിയോജിപ്പുകളുണ്ട് ഓരോ ഘട്ടത്തിൽ നമ്മുടെ വിയോജിപ്പുകൾ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരുന്നു ഉദാഹരണം പറഞ്ഞാൽ ഈ NHM നമ്മൾ ഈ ആരോഗ്യമന്ത്രി എന്നുള്ള പേര് നമ്മൾ ആദ്യം എതിർത്തിരുന്നതാണ് അവസാനം കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഫണ്ട് കിട്ടാൻ വേണ്ടി നമ്മളത് പിൻവാങ്ങി അതിൽ നിന്ന് അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ഇരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന് തർക്കമൊന്നുമില്ല അതുകൊണ്ട് അതെന്തോ വലിയ എന്താ പറയണ്ടേ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത അടിസ്ഥാനം ശരിയാണെന്നൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് എന്താണ് ഇപ്പം അദ്ദേഹം ഇന്നലെ തമിഴ്നാട് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞെന്താണ് അവർ PMC നടപ്പിലാക്കാൻ വേണ്ടി പിന്നെ ചെന്നൈയിൽ വന്ന് ഡൽഹി വന്ന് അവർ സമ്മതിച്ചിട്ട് പോയതാണ് എന്നവർ പറഞ്ഞല്ലോ പിന്നീട് എന്താണ് അവരുടെ പ്രശ്നം വേറെയാണ് അവരുടെ പ്രശ്നം ഈ പറയുന്ന ത്രിഭാഷാ പ്രശ്നമാണ് ഹിന്ദി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ് വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് എന്താണ് അവർ പറഞ്ഞത് അത് ഈ പറഞ്ഞ സമഗ്ര ശിക്ഷയിലെ ഫണ്ടിൻ്റെ ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് പറഞ്ഞു ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാനോ അവരുടെ നിലപാടുകൾ ശരിയോ തെറ്റോ എന്ന് പറയാനോ ഞാനല്ല കേരള ഗവൺമെൻറ് PMCയിൽ ഒപ്പുവെക്കണോ വേണ്ടയോ എന്ന് കേരള ഗവൺമെൻറ് തീരുമാനിക്കും പക്ഷേ സമഗ്ര ശിക്ഷ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും അക്ഷീണം മുമ്പോട്ട് പോകും ആദ്യം ഒരു സെക്കൻഡ് ആദ്യം തന്നെ ഒരു ചോദ്യം അതേക്കുറിച്ച് ചോദിച്ചല്ലോ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഒരു സെക്കൻഡ് ഞാൻ വേണം ചോദിക്കാതെ പുതിയ വല്ല ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ അതായത് BJP-യുടെ B ടീമായി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പകൽ പോലെ വ്യക്തമല്ലേ കഴിഞ്ഞ ഏതാനും വർഷക്കാലത്തെ പാർലമെന്റിന്റെ നടപടികൾ പരിശോധിക്കും
RSSനെതിരെയും BJPക്കെതിരെയും മുട്ട് പറക്കാതെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ കയറുന്ന എടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ? അപ്പോൾ RSSന്റെ ഒരു പിണിയാളായിട്ട് മാറിയിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണം. ഫാസിസ്റ്റ് നേരിടാൻ വേണ്ടി വന്നിട്ട് ഈ പറയുന്ന പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് ഈ മീശവാദനിൽ ഭഗീരഥൻപിള്ള പറഞ്ഞ് തിരിച്ചു പോയ പോലെ, നമ്മുടെ കുഞ്ഞാപ്പ തിരിച്ചു പോയ പോലെ അവർക്ക് ഈ പറഞ്ഞ ജനങ്ങളുടെ മുമ്പിലും അവർക്ക് നഷ്ടപ്പെട്ട മാനം രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ സൈബർ ഗുണ്ടകളെ അഴിച്ചുവിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കണം. അവർ പല കാര്യങ്ങളും ഇങ്ങനെ അശ്ലീലങ്ങളൊക്കെ എഴുതും. അത് ഏറ്റു പറഞ്ഞിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലൂടെ മനോരമ ആ പദം ഉപയോഗിച്ചത് അല്ല, സാറിന്റെ പദമാണ്, അതുകൊണ്ടാണ്. അത് പല പദങ്ങൾ നിങ്ങൾ അല്ല, അത് ഉപയോഗിച്ച് പാർലമെന്റിൽ ഒരു ഉപയോഗിച്ച സെക്കൻഡ് പദമാണ്. ഞാൻ പറഞ്ഞ അതിന് സ്വാഭാവികല്ലേന്ന്. അത് ഒരു സെക്കൻഡ്. കേരളത്തിലെ ഈ പറയുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇതുപോലുള്ള ഒരു സൈബർ പരിപാടി അവർ നടത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? എനിക്കതിനെക്കുറിച്ചൊന്നും അത്ഭുതമില്ല. നിങ്ങൾക്ക് എങ്ങനെ അത്ഭുതം? നിങ്ങൾ എത്രയോ കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. അവരിത് ചെയ്യട്ടെ എന്ന്. അതിനുള്ള മറുപടിയല്ലേ ഞാൻ പറയുന്നത്. പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഫാസിസത്തിന് വേണ്ടി പോരാടാൻ വന്നിട്ട് തിരിച്ചുപോയ കുഞ്ഞാപ്പയുടെ കൂടെയുള്ള ആൾക്കാരല്ലേ? പഴയ ലീഗിന്റെ നേതാവ് തങ്ങളല്ലേ പറഞ്ഞ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു പോയി. ED കേസ് എവിടെയാണോ ED കേസ് മാധ്യമമൊന്നും അറിയണം. ഇപ്പൊ കുറെ ഒരു സെക്കൻഡ് ഞാനൊരു കാര്യം ഞാൻ ഇവരുടെ കൂടെ സമരം മാത്രമല്ല നടത്തിയിട്ടുള്ളത്. ഞാൻ ഒരു സെക്കൻഡ് ഇവരുമായിട്ട് നേരിട്ട ശേഷം, ഇവരെ തോപ്പിച്ച ശേഷം 2004 വന്ന് ഇവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ പിന്തുണച്ച പാർട്ടിയാണ് ഞങ്ങൾ. അത് മനസ്സിലാക്ക്. അതൊക്കെ അറിയില്ലേ? എന്തിനാ പിന്തുണച്ചത്? BJPനെയും RSSനെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. അത് BJPയോടും RSSനോടുള്ള പോരാട്ടത്തിന് കൃത്യമായിട്ട് സ്പഷ്ടമായൊരു നിലപാടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്കൊരു അലയൻസ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതായത് കഴിയാവുന്ന ശക്തികളൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് BJPയെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഞങ്ങൾ 2004 62 MPമാരുമായിട്ട് ഡൽഹി വന്നപ്പോൾ ആ MPമാർ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ട് വന്നവരാണ്. പക്ഷെ ഞങ്ങൾ BJP അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകി. അത് ആരുടെ ഓശാരോ ഔദാര്യോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആവശ്യപ്രകാരമല്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പാർലമെന്റിൽ RSSനെതിരെ സംസാരിക്കുന്നത്. എൻ്റെ കൺവിക്ഷനാണ്. അതിന് ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ BJPയുമായിട്ടും RSSുമായിട്ടും സന്ധി ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും അതുപോലെ ലീഗ് നേതാക്കന്മാരുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഈ ജോൺ ബ്രിട്ടാസിന് വേണ്ട. കുറച്ചുകൂടി പാർട്ടി അങ്ങനെയെങ്കിൽ RSSനോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസ് ഉള്ള അലയൻസ്, ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി തുടരുന്നത് ശരിയാണോ? ഐഡിയോളജിക്കലി തന്നെ ശരിയാണോ? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, കോൺഗ്രസിന് ഇതുപോലുള്ള ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. അതിനെ ഞങ്ങൾ തുറന്നു എതിർക്കുന്നുണ്ട്. ഞങ്ങളുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. BJPയെ നേരിടാൻ വേണ്ടിയിട്ട് ഈ KC വേണുഗോപാലല്ലേ രാഹുൽ ഗാന്ധിയെ വയനാടേക്ക് വന്നത് BJPയെ നേരിടാൻ വേണ്ടിയായിരുന്നോ? അതിനുശേഷം ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാരുടെ സമ്മർദ്ദ ഫലമായിട്ടല്ലേ പിന്നീട് അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറായത്? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ടുള്ള വിയോജിപ്പുകൾ ഒരുപാടുണ്ട്. ആ വിയോജിപ്പുകൾ പറഞ്ഞു തന്നെ പോവും. അതേസമയം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത് RSSനെയും BJPയും പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പാർട്ടികളുമായിട്ട് ഞങ്ങൾ കൈകോർക്കും, സഹകരിക്കും. അതിനർത്ഥം അവരുടെ എല്ലാ നയങ്ങളും അംഗീകരിക്കുക എന്നുള്ളതല്ല. വിവാദം ഇങ്ങനെ പല പ്രതികരണങ്ങളിലൂടെ വരുന്നതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം മറയ്ക്കാനാണെന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ഇപ്പം ഞാൻ പണ്ടേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ച് നിർത്തിയതാരാണ്, അത് KC ആണോ, DK ശിവകുമാരോട് പറഞ്ഞിട്ടാണോ, ഹാരിസിനോട് പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനൊന്നും പ്രതികരിക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതിനൊന്നും സംശയം എന്താ ഉള്ളിരിക്കുന്നത്? കോൺഗ്രസിന്റെ വീഴ്ചകളെ പോലെ CPMന് വീഴ്ചകൾ പറ്റിയെങ്കിൽ അത് സമ്മതിച്ചൂടെ? എന്ത് വീഴ്ച? ഏത് വീഴ്ച? BJPയുമായി ഈ ഡീല് ഏത് വീഴ്ച? അല്ല, നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാലും നിങ്ങൾക്ക് അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ആവശ്യമാണ്. എന്നാ കാരണം നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ ലീഗിൻ്റെ ഒരു തലതൊട്ടപ്പനാകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ പല വ്യാജ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, പറയും. നിങ്ങൾ ചില വ്യാജമായ ചോദ്യങ്ങളുണ്ടാകും. നിങ്ങളുടെ വ്യാജമായ ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിക്കേണ്ട ബാധ്യത എനിക്കില്ല. മാത്രമല്ല, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള RSS ഉൾപ്പെടെയുള്ള തീവ്ര ശക്തികൾക്കെതിരെ നിലകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്.
അതിന് നിങ്ങളുടെ ഒന്നും പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. പക്ഷേ ലേബർ കോഡിലും ഇതേ പണി കേരളം ചെയ്തു. അതെ. ആദ്യത്തെ ഇന്നലെ തൊഴിൽ മന്ത്രി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. ഒരു സെക്കൻഡ്, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഉണ്ടാക്കിയ വ്യാജരേഖ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അതെ.